വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കാൻ ഹമാസിന് 3 മുതൽ 4 ദിവസം വരെ സമയം അനുവദിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അംഗീകരിച്ചില്ലെങ്കിൽ ആവശ്യമായത് ഇസ്രായേൽ ചെയ്യുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. MC നാസറിന്റെ വിവരങ്ങൾ നൽകാനായി. നാസർ, ഇത് ഹമാസിനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ്, അത് ഭീഷണിയായാണോ കാണേണ്ടത്? തീർച്ചയായിട്ടും ഇത് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയായിട്ട് വേണം വിലയിരുത്താൻ. കാരണം 3 മുതൽ 4 ദിവസം വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ താൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ദിന പദ്ധതി, ഈ വെടിനിർത്തൽ പദ്ധതി അംഗീകരിക്കണം. ഇത് ഇസ്രായേലും അതോടൊപ്പം തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങളും ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹമാസിനുള്ള ഒരു അവസരമാണ്. അത് 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ അവർ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കണം. ഇനി അവർ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നില്ല എങ്കിൽ ആവശ്യമായത് ഇസ്രായേൽ ചെയ്യും എന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഒരു ഓഫർ എന്ന് പറയാൻ പറ്റില്ല, കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ് ട്രംപ് വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. നാസർ, ഈ ഹമാസിന്റെ പ്രതികരണം എങ്ങനെയാകാനാണ് സാധ്യത? ഹമാസിന് ഇന്നലെ രാത്രി തന്നെ ഈ 20 ദിന പദ്ധതിയുടെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഖത്തർ കൈമാറിയിട്ടുണ്ട്. ഖത്തർ ഇന്ന് ഔദ്യോഗികമായിട്ട് അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. തങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം ആ വിവരങ്ങൾ, തങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള ഖത്തറിനെ അറിയിക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണ ഈജിപ്തിനും ഖത്തറിനും പുറമെ തുർക്കി കൂടി മധ്യസ്ഥ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ 3 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ായിരിക്കും ഹമാസിന് നിലവിലുള്ള ഈ ഒരു പദ്ധതിയുടെ പ്രാധാന്യവും അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളും ഒരുപക്ഷെ ഹമാസിനെ ബോധ്യപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ ഹമാസിന്റെ നേതൃയോഗം ഇക്കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും. പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മാത്രം അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അതേസമയം ഈ യുദ്ധം അവസാനിക്കുമെന്ന ഒരു പ്രതീക്ഷ ഈ പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗസയിൽ തന്നെ ഫലസ്തീനികൾക്ക് തുടരാൻ സാധിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും അവിടെ തന്നെ ലഭ്യമാക്കും. പുനർനിർമ്മാണത്തിനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതിയുണ്ട്. ഇത് മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ വ്യവസ്ഥകളും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരമൊരു പദ്ധതിയുമായിട്ട് ഹമാസിന് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, എത്ര കണ്ട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കും എന്ന ചോദ്യം ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുകയാണ്. ജീന.